ലീഗൽ ലിറ്ററസി മിഷന്റെ ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ സ്പെഷ്യൽ പുതിയൊരു വീഡിയോ ആണ്. എല്ലാവർക്കും നമസ്കാരം. ഏത് പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുമ്പോൾ പരീക്ഷയോട് അടുത്ത ദിവസങ്ങളിൽ അല്പം ശ്രദ്ധിച്ചാൽ കൂടുതൽ മാർക്ക് ലഭിക്കാനും, അല്പം കൂടുതൽ ശ്രദ്ധിച്ചാൽ പരീക്ഷയോട് അടുത്തു വരുന്ന ടെൻഷൻ, അധികമായി വരുന്ന ടെൻഷൻ അല്പം കുറയ്ക്കാനും ഒക്കെയുള്ള ചില ടെക്നിക്കുകളാണ് ഈ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കാനായി പോകുന്നത്. എല്ലാവർക്കും അറിയാവുന്ന പോലെ ഏത് പരീക്ഷ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ ആണ് എന്ന് കരുതി എല്ലാ ഉത്തരങ്ങളും നമുക്ക് പെട്ടെന്ന് നോക്കിയെടുത്ത് എഴുതാൻ കഴിയും എന്നില്ല. എന്നാൽ അതിനുള്ള വഴികൾ അടുത്ത എപ്പിസോഡിൽ ഞാൻ പറയുന്നുണ്ട്. ഈ എപ്പിസോഡിൽ പക്ഷേ ഏതൊക്കെ പുസ്തകങ്ങളാണ് നമ്മൾ അധികമായി പഠിക്കേണ്ടത്, എല്ലാ പുസ്തകങ്ങളും നമ്മുടെ പരീക്ഷാ ഹാളിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമോ, എല്ലാം കൊണ്ടുപോകേണ്ടതുണ്ടോ, ഒത്തിരി പഠിക്കാതെ ഏതെങ്കിലുമൊക്കെ ഇതിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയുമോ, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. ആദ്യം ബാർ കൗൺസിലിന്റെ ഈ തവണത്തെ സിലബസിൽ നിന്ന് നമുക്ക് തുടങ്ങാം. സിലബസിലേക്ക് തന്നെ നോക്കാം. ടോപ്പിക്കിൽ ആദ്യം കാണുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ലോ ആണ്. അതിനോടൊപ്പം കാണുന്നത് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് 10 നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഏബിൽ ആകെ 100 ചോദ്യങ്ങളാണ്. ഓരോ ചോദ്യത്തിന്റെയും ഉത്തരത്തിന് 1 മാർക്ക് വീതമാണ്. അതായത് ഈ 10 ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുമ്പോൾ അതിന് ഉത്തരം എഴുതിയാൽ അതിൽ കിട്ടുന്നത് 10 മാർക്കാണ്. അതുപോലെ തന്നെ 10 ചോദ്യങ്ങൾ കൂടെ ലഭിക്കാവുന്ന 2 ബെയർ ആക്ടുകൾ കൂടെ ഉണ്ട്. അതിൽ ഒന്ന് CRPCയും മറ്റത് CPCയുമാണ്. CRPCയുടെ കൂടെ പുതിയ BNS കൂടെ ചേർത്ത് വെച്ച് പഠിക്കണം. അപ്പോൾ ആകെ നമുക്ക് 30 മാർക്ക് ആയി കഴിഞ്ഞു. ഇനിയുള്ളത് അടുത്ത 32 മാർക്കിനെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് നോക്കാം. 8 ചോദ്യങ്ങൾ വീതം പ്രതീക്ഷിക്കാവുന്ന 4 ബെയർ ആക്ടുകളുണ്ട്. അങ്ങനെയാണ് 32 മാർക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അതിൽ ആദ്യത്തെ 8 ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന IPCയിൽ നിന്നാണ്. അതിൻ്റെ പുതിയ പതിപ്പായ BNS കൂടെ നമ്മൾ ചേർത്ത് വായിച്ചോണം. ഇനിയുള്ളത് എവിഡൻസ് ആക്ട് ആണ്. അതിൻ്റെ പുതിയ പതിപ്പായ PSA നമ്മൾ നോക്കണം. അതോടൊപ്പം ഫാമിലി ലോയിൽ നിന്നും 8 ചോദ്യങ്ങൾ നമുക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാം. ഇനിയുള്ളത് ലോ ഓഫ് കോൺട്രാക്റ്റും സ്പെസിഫിക് റിലീഫും പ്രോപ്പർട്ടി ലോസും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടും കൂടെ ചേർത്ത് 8 മാർക്ക്. അങ്ങനെ ആകെ 32 മാർക്കാണ്. എയിം എഴുതാൻ പോകുന്ന എല്ലാവർക്കും അറിയാം, ആകെ ചോദ്യങ്ങൾ 100. അതിൽ ജനറൽ കാറ്റഗറിയിൽ തന്നെ 45 സ്കോർ ലഭിച്ചാൽ നമ്മൾ എയിം ക്ലിയർ ചെയ്യും. അപ്പോൾ ഏകദേശം 62 ചോദ്യങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനിയുള്ള ബാക്കി ചോദ്യങ്ങളെ കുറിച്ച് പറയാം. ഇനിയുള്ള 25 മാർക്കിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ 5 ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നത് ലോ ഓഫ് ടോർട്ട്, മോട്ടോർ വെഹിക്കിൾ ആക്ടും പ്ലസ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ലോ, ഇത് 3 കൂടെ ചേർത്ത് അതിൽ നിന്ന് 5 ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഇനി 4 ചോദ്യങ്ങൾ വീതം 4 ബെയർ ആക്ടിൽ നിന്ന് ചോദിക്കും. അത് ഇപ്രകാരമാണ്. 4 ചോദ്യങ്ങൾ വീതം പ്രതീക്ഷിക്കാവുന്നതിൽ ആദ്യത്തേത് ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റിഡ്രസൽ ഇൻക്ലൂഡിംഗ് ആർബിട്രേഷൻ ആക്ട്. പിന്നെ ഉള്ളത് പ്രൊഫഷണൽ എത്തിക്സ് ആൻഡ് കേസസ് ഓഫ് പ്രൊഫഷണൽ മിസ്കണ്ടക്ട് അണ്ടർ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ റൂൾസ്, അതിൽ നിന്ന് 4 ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. പിന്നീടുള്ള ലേബർ ആൻഡ് ഇൻഡസ്ട്രിയൽ ലോ, അതിൽ നിന്നും 4 ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ലോ റിലേറ്റഡ് ടു ടാക്സേഷൻ, അതിൽ നിന്നും 4 ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഇപ്പോൾ ആകെ 62ഉം 25ഉമായി 87 മാർക്കുകളായി. ഇനിയുള്ള 13 മാർക്കുകൾ, അതിനെക്കുറിച്ച് കൂടെ നോക്കാം. ഇനിയുള്ള 13 ചോദ്യങ്ങളിൽ ആദ്യത്തെ 3 ലഭിക്കുന്നത് അഡ്മിനിസ്ട്രേഷൻ ലോയിൽ നിന്നാണ്. ഇനിയുള്ള 10 മാർക്ക് 2 മാർക്ക് വീതം 5 ബെയർ ആക്ടുകളിൽ നിന്നായിരിക്കും ചോദിക്കുന്നത്. അതിൽ ആദ്യം കമ്പനി ലോ 2 മാർക്ക്, എൻവയോൺമെന്റൽ ലോ 2 മാർക്ക്, സൈബർ ലോ 2 മാർക്ക്, ലാൻഡ് അക്വിസിഷൻ ആക്ട് 2 മാർക്ക്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ലോസ് 2 മാർക്ക്. ഇങ്ങനെ എല്ലാം കൂടെ ചേർത്ത് 100 മാർക്കാണ്. ഇതിൽ 2 മാർക്ക് വീതം പറഞ്ഞ ബെയർ ആക്ടുകൾ, അതിനായി അവസാന നിമിഷങ്ങളിൽ അധികം സമയം ചെലവാക്കരുത്. മറ്റ് കൂടുതൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ബെയർ ആക്ടുകളിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. എന്നാൽ പരീക്ഷാ ഹാളിൽ ഇതൊന്നും ഒഴിവാക്കരുത്. എല്ലാ പുസ്തകങ്ങളും കരുതണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതിൻ്റെ കാരണം അടുത്ത എപ്പിസോഡിൽ പ്രത്യേകമായി പറയാം. ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങളുടെ ചുരുക്കമായി പറയട്ടെ. ഒന്ന്, ഏത് പരീക്ഷയ്ക്ക് ഫസ്റ്റ് റാങ്കോ ഡിസ്റ്റിങ്ഷനോ ഫസ്റ്റ് ക്ലാസ്സോ ഒന്നും തന്നെയില്ല. ഏത് പാസ് ഓർ നോട്ട് പാസ്. അതുകൊണ്ട് 100 മാർക്ക് എന്നുള്ള ടെൻഷൻ ആദ്യമേ തന്നെ ഒഴിവാക്കാവുന്നതാണ്. 2, ഏത് പരീക്ഷ ഇത്ര തവണയേ എഴുതാൻ കഴിയുമെന്ന് എങ്ങൊന്നും ഒരു നിർദ്ദേശവും വരില്ല. അതായത് ഏത് പരീക്ഷ നിങ്ങൾക്ക് വിജയിക്കുന്നത് വരെ എഴുതാൻ കഴിയും.
അത് പ്രത്യേകം പറയാൻ കാരണം ഞാൻ പരീക്ഷ എഴുതുമ്പോൾ എൻ്റെ വലത്തുവശത്തിരുന്നയാൾ വിയർക്കുകയും വിറയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കാര്യം ചോദിച്ചപ്പോൾ അത് പറഞ്ഞത് ഒരു തവണ എഴുതി പരാജയപ്പെട്ടതാണ്, ഇത്തവണ കൂടെ പരാജയപ്പെട്ടാൽ എൻറോൾ ചെയ്തത് വെറുതെ ആകുമല്ലോ എന്നാണ്. എന്നാൽ അങ്ങനെയല്ല, എത്ര വേണമെങ്കിലും ഈ പരീക്ഷ എഴുതാം, വിജയിക്കുന്നത് വരെ എഴുതാം എന്ന് പറഞ്ഞപ്പോൾ അവരുടെ മുഖത്തുണ്ടായ ആത്മവിശ്വാസവും അത്ഭുതവും ഒക്കെ ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. എനിക്കത് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇനി മൂന്നാമത്തെ കാര്യം, അത് പറയുന്നതിന് മുമ്പ് ഇടയ്ക്ക് ഒരു കാര്യം ഓർപ്പിച്ചോട്ടെ. ഏവിന് വേണ്ടിയുള്ള ഈ സ്പെഷ്യൽ എപ്പിസോഡുകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യണമെന്ന് പ്രത്യേകമായി ഓർപ്പിക്കുന്നു. ഇനി കാര്യത്തിലേക്ക് വരാം. ഇപ്പോൾ ചോദ്യങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്ന് മനസ്സിലായി. എന്നാൽ ചോദ്യങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ചോദ്യത്തിന്റെ ഉത്തരങ്ങളും ആ ചോദ്യത്തിൽ തന്നെയുണ്ട്. ഇനി ഉത്തരത്തിൽ എന്തെങ്കിലും സംശയം അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് ഉറപ്പാക്കുന്നതിനുള്ള പുസ്തകങ്ങളും നമ്മുടെ മുമ്പിലിരിക്കുന്നുണ്ട്. ഇനി അത് എങ്ങനെ കണ്ടെത്താം, അതാണ് നമ്മൾ പഠിക്കേണ്ടത്, അറിയേണ്ടത്. അത് അടുത്ത എപ്പിസോഡ്.